പിശാച് എപ്പോഴും നമ്മളോട് പറയുന്നത് ദൈവം എന്ത് ചെയ്തില്ല എന്നുള്ളതാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ദൈവം എന്ത് ചെയ്തു എന്നുള്ളതാണ്. എന്ത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ അത് പരാതിയാകും. എന്ത് ചെയ്തു എന്ന് പറയുന്നതിൻ്റെ പേരാണ് താങ്ക്സ് ഗിവിങ്. അവിടെയാണ് നന്ദി ഉണ്ടാകുന്നത്. വചനം പറയുന്നു, എൻറ്റർ ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിങ്. നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രാഥമിക പടികളിലേക്ക് പ്രവേശിക്കുകയാണ്. നന്ദിയിൽ തുടങ്ങുന്നതാണ് ആരാധനയായി മാറുന്നത്. നന്ദി നിനക്ക് കൊടുക്കാൻ പറ്റും. ആരാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്താതെ ആരാധിക്കാൻ കഴിയത്തില്ല. എനിക്ക് താങ്ക്സ് ഗിവിങ് നടത്താം, എനിക്ക് പ്രൈസ് ചെയ്യാം, പക്ഷെ അത് വേർഷിപ്പ് ആകുന്നത് എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ്. പലപ്പോഴും നമ്മൾ പാടുമ്പോൾ ആ പാട്ടിൻ്റെ സ്വരം അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി, അതിൻ്റെ താളം, അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പക്ഷെ നീ എൻ്റെ സർവവും എന്ന് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ പറഞ്ഞാൽ അയാൾക്ക് ആ വന്ന് നിന്ന് അതേ തണുപ്പോടെ അങ്ങനെ പാടിപ്പോകാൻ കഴിയില്ല. നിങ്ങൾ യേശുവിനെ ആഴമായി സ്നേഹിക്കുന്നുവെന്ന് യേശുവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ അവിടെ എന്തോ സംഭവിക്കും. അവിടെ നിങ്ങളുടെ ഹൃദയം തുറക്കും, നിങ്ങളുടെ ഇമോഷൻസ് തുറക്കും. നമുക്കെല്ലാം ഇമോഷൻസിൽ ഹീലിംഗ് വേണ്ടവരാണ്. നമ്മളിൽ ചിലർക്ക് ആങ്കർ ഇഷ്യൂസ് ഉണ്ട്, ചിലർക്ക് കോപം, വേറെ ചിലർക്ക് ഡിപ്രഷൻ, വേറെ ചിലർക്ക് ഓപ്പറേഷൻ, അങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മളിൽ പലർക്കും ഉണ്ട്. ഇവിടെയെല്ലാം ഹീലിംഗ് വരുന്നത് നന്ദി പറയുമ്പോഴാണ്. നന്ദി പറയുമ്പോഴാണ്. വന്ന വഴികളെ ഒന്ന് ഓർത്തു നോക്കിയേ. അങ്ങനെ നിങ്ങൾ ശരിക്കും തിരിച്ചറിഞ്ഞുകൊണ്ട് പാടിയാൽ ആ പാട്ട് നിങ്ങളെ സ്പർശിക്കും.